പണ്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു വലിയ മാവിൻ മുകളിൽ ഒരു കുഞ്ഞു പ്രാവ് താമസിച്ചിരുന്നു. എനിക്ക് സ്വന്തമായി ഒരു ചെറിയ വീട് വേണം. ഞാൻ അതെന്തായാലും നിർമ്മിക്കും. ഇന്ന് ഞാൻ കുറച്ച് ചില്ലകൾ കണ്ടെത്തണം. ആ തീരുമാനത്തിൽ അവൻ സന്തോഷത്തോടെ കൂട് പണിയാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതൊക്കെ ചേർത്താൽ എന്റെ കൂട് ഉറപ്പുള്ളതായിരിക്കും. ഓരോ ചില്ലകളായി കൊത്തിയെടുത്ത് അവൻ തിരികെ വന്നു. നന്നായി. അവൻ ശ്രദ്ധയോടെ ഓരോ ചില്ലയും കൂട്ടിവെച്ചു. ഒരു ചെറിയ തുടക്കം. ഈ പുല്ലുകൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് സുഖമായി ഇരിക്കാൻ സഹായിക്കും. അടുത്തതായി അവൻ മൃദുവായ പുല്ലുകൾ ശേഖരിച്ചു. എന്റെ വീട് വലുതാകുന്നു. കൂടിനുള്ളിൽ പുല്ല് ഭംഗിയായി വിരിച്ചുകൊണ്ട് അവൻ എനിക്ക് സന്തോഷിച്ചു. സന്തോഷം സഹിക്കാൻ വയ്യ. ഇതെല്ലാം അടുത്തുള്ള ഒരു മരക്കൊമ്പിലിരുന്ന് ഒരു കാക്ക വീക്ഷിക്കുന്നുണ്ടായിരുന്നു. വെറുതെ കഷ്ടപ്പെടുന്നു. എനിക്കാണെങ്കിൽ ഈ ചില്ലയിൽ ഇങ്ങനെ ഇരുന്നാ മതി. എല്ലാവർക്കും അവരവരുടെ വഴികളുണ്ട്. ഞാൻ എന്റെ വഴി തിരഞ്ഞെടുക്കുന്നു. കുഞ്ഞുപ്രാവ് കാക്കയോട് തർക്കിക്കാൻ പോയില്ല. അവൻ ശാന്തമായി തന്റെ ജോലി തുടർന്നു. എന്റെ വീട് ഇപ്പോൾ എന്തു മനോഹരമായിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇടിമുഴക്കം. ഒരു രാത്രി അയ്യോ. ആകാശം കറുത്തിരുണ്ടു. ഇന്നത്തെ രാത്രി ഭീകരമാണെന്ന് തോന്നുന്നു. അധികം വൈകാതെ ശക്തമായ കാറ്റും മഴയും തുടങ്ങി. ഈ ചില്ല ഇപ്പോൾ ഒടിഞ്ഞു വീഴും. അവൻ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. ശക്തമായ കാറ്റിൽ ആ ചില്ല ഒടിഞ്ഞു താഴേക്ക് പതിച്ചു. എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കാൻ ഒരിടം കിട്ടിയിരുന്നെങ്കിൽ. കാക്ക കനത്ത മഴയത്ത് ഭയന്നു പറന്നു. സുരക്ഷിതമായ ഒരിടം തേടി അവൻ അലഞ്ഞു. എന്റെ പരിശ്രമത്തിന്റെ ഫലം ഇന്നാണ് എനിക്ക് ലഭിക്കുന്നത്. താൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഉറപ്പുള്ള കൂട്ടിൽ സുരക്ഷിതനായിരുന്നു. ഇവിടെ ഞാൻ സുരക്ഷിതനാണ്. പുറത്തു കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോഴും അവന്റെ കൂട് അവനൊരു സുരക്ഷിത താവളമൊരുക്കി. രാത്രി മുഴുവൻ ഞാൻ അലഞ്ഞു. വല്ലാതെ കഷ്ടപ്പെട്ടു. പിറ്റേന്ന് രാവിലെയായപ്പോൾ മഴയും കാറ്റുമെല്ലാം ശമിച്ചു. സുഹൃത്തേ, രാത്രി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ച കാക്ക എനിക്ക് ദുഃഖത്തോടെ തെറ്റുപറ്റി. കുഞ്ഞുപ്രാവിനെ സമീപിച്ചു. നീയായിരുന്നു ശരി. നിന്റെ ക്ഷമയും കഠിനാധ്വാനവുമാണ് നിന്നെ രക്ഷിച്ചത്. ഞാനൊരു വലിയ പാഠം പഠിച്ചു. അവൻ തന്റെ തെറ്റ് സമ്മതിച്ചു. നന്ദി സുഹൃത്തേ. ഇനി ഞാനും പരിശ്രമിക്കും. അവൻ ഒരു ചില്ല കാക്കയ്ക്ക് നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു. ഞാനും എന്റെ സ്വന്തം അങ്ങനെ വീടുണ്ടാക്കും. കഠിനാധ്വാനത്തിന്റെ വില തിരിച്ചറിഞ്ഞ കാക്ക കുഞ്ഞുപ്രാവിന്റെ സഹായത്തോടെ തന്റെ സ്വന്തം വീട് പണിയാൻ തുടങ്ങി. ക്ഷമയും പരിശ്രമവും നാളത്തെ സുരക്ഷയും സന്തോഷവും നൽകുമെന്ന് അവർ ഇരുവരും മനസ്സിലാക്കി.